السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, ഒരു മുഅ്മിൻ എപ്പോഴും തൻ്റെ റബ്ബിൻ്റെ സഹായം മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്നവനായിരിക്കും. അവൻ്റെ നോട്ടം അല്ലാഹുവിൻ്റെ സഹായം കിട്ടുന്ന കാര്യങ്ങളിലേക്ക് മാത്രമായിരിക്കും. കാരണം മുഅ്മിൻ ഉറപ്പാണ്, അള്ളാഹുവിൻ്റെ സഹായം ജീവിതത്തിൽ ലഭിക്കുന്നില്ല എങ്കിൽ പിന്നെ ഈ ലോകത്തും വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായിരിക്കും, ആഖിറത്തിൽ വലിയ നഷ്ടവുമായിരിക്കും. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളിലൊക്കെ മുഅ്മിൻ എപ്പോഴും തൻ്റെ ശ്രദ്ധ കൊടുത്തുകൊണ്ടേയിരിക്കും. ഒന്ന്, അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളിലേക്ക്. രണ്ട്, അള്ളാഹുവിൻ്റെ സഹായം തടയാൻ കാരണമാകുന്ന തിന്മകളിലേക്കും. ഏതെല്ലാം അമലുകളിലൂടെ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുമോ അതിൽ വളരെ നിഷ്ഠയുള്ളവനായിരിക്കും മുഅ്മിൻ. ഏതെല്ലാം തിന്മകളിലൂടെ അള്ളാഹുവിൻ്റെ സഹായം തടയപ്പെടുമോ ആ തിന്മകളിൽ നിന്ന് വളരെ ദൂരത്ത് ജീവിക്കുന്നവനാണ് മുഅ്മിൻ. പരിശുദ്ധമായ ഇസ്ലാം അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ കാരണമാകുന്ന ധാരാളം അമലുകൾ, നന്മകൾ പഠിപ്പിച്ചു. അതേപോലെ അള്ളാഹുവിൻ്റെ സഹായം തടയാൻ കാരണമാകുന്ന ധാരാളം തിന്മകളെയും ഉണർത്തുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം തടയുന്ന പരിശുദ്ധ ശരീഅത്ത് വളരെ ശക്തമായി തടഞ്ഞിരിക്കുന്ന തിന്മയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ മുസ്ലിമീങ്ങളിൽ വ്യാപകമായ ഒരു തിന്മയാണ് അനൈക്യം എന്നുള്ളത്, ഭിന്നത എന്നുള്ളത്. മുസ്ലിം ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ഐക്യമാണ്, പരസ്പരമുള്ള ഒരുമയാണ്. ഐക്യത്തെക്കാൾ ശക്തികളൊന്നും മുസ്ലിം ഉമ്മത്തിൻ്റെ കയ്യിലില്ല. അല്ലാമ ഇഖ്ബാൽ അദ്ദേഹം പറഞ്ഞതുപോലെ, സമുദ്രം, അതിലെ ജലം ഒരുമിച്ച് നിൽക്കുമ്പോൾ വലിയ ശക്തിയാണ്, അതിൻ്റെ തിരമാലകൾക്ക് വലിയ ശക്തിയാണ്. ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ആ സമുദ്രത്തിൽ നിന്നും ഒരു തുള്ളി എങ്ങാനും തെറിച്ച് പുറത്തേക്ക് മാറിയാൽ പിന്നെ ആ ഒരു തുള്ളിക്കൊരു വിലയുമില്ല, ഒരു ശക്തിയുമില്ല. ഇതുപോലെ ഉമ്മത്ത് ഒരുമിച്ച് നിൽക്കുന്ന കാലഘട്ടം ഉമ്മത്തിന് വലിയ ശക്തിയുടെ കാലഘട്ടമാണ്, വലിയ പ്രതാപത്തിൻ്റെ കാലഘട്ടമാണ്. മുസ്ലിം ഉമ്മത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് മറ്റു സമുദായങ്ങളെക്കാൾ കൂടുതൽ ഒരുമിക്കാനുള്ള ധാരാളം സാധ്യതകളും അവസരങ്ങളുമുണ്ട്.
ഭിന്നിക്കാനുള്ള സാധ്യതകൾ ഉമ്മത്തിൽ കുറവാണ്. കാരണം നാം ആരാധിക്കുന്നത് ഒരൊറ്റ ഇലാഹിനെയാണ്. നമ്മുടെ ഖിബില പരിശുദ്ധമായ കഅബ മാത്രമാണ്. നമ്മുടെ വഴികാട്ടിയായ ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. നമ്മുടെ നബി ഒരൊറ്റ നബിയാണ്. മാത്രമല്ല ദിവസേന ഒരു ഇമാമിൻ്റെ പുറകിൽ ഒരുമയോടെ നമസ്കരിച്ച് ശീലിക്കുന്നൊരു സമൂഹമാണ്. ഇങ്ങനെ ഒരുമക്കും ഐക്യത്തിനും ധാരാളം സാധ്യതയുള്ള ഒരു സമൂഹമാണ് മുസ്ലിമീങ്ങൾ. പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കി, ദിവസങ്ങൾ കഴിയുന്തോറും വർഷങ്ങൾ കഴിയുന്തോറും ഉമ്മത്തിൽ പ്രശ്നങ്ങൾ കൂടുന്തോറും നാം ഭിന്നിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതിൻ്റെയും പേരിൽ, കുടുംബത്തിൻ്റെയും സമ്പത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പലതിൻ്റെ പേരിൽ പരസ്പരം ഉമ്മത്ത് പല കഷ്ണങ്ങളായി മുറിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ഐക്യമായതിൻ്റെ പേരിൽ തന്നെ വളരെ കൂടുതൽ ഉമ്മത്തിനെ അതിലേക്ക് ശ്രദ്ധ തിരിക്കുകയുണ്ടായി. അലൈക്കും ബിൽ ജമാഅ വയ്യാക്കും വൽ ഫുർഖ, ഐക്യത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തങ്ങൾ ഐക്യമായ ഉമ്മത്ത് ഒരുമയോടെ മുന്നോട്ട് പോകാൻ വേണ്ടി തങ്ങൾ ചെയ്ത പ്രയത്നങ്ങൾ, പരിശ്രമങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യമാണ് തങ്ങൾക്ക് ആരോഗ്യവും ആഫിയത്തുമുള്ള സമയത്ത്, തങ്ങൾ മദീനയിലുള്ള സമയത്ത് ജമാഅത്ത് നമസ്കാരം തങ്ങൾക്ക് ഒന്നുകിൽ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ചില റിവായത്ത് തങ്ങൾ മസ്ബൂക്കായി. ഒരൊറ്റ പ്രാവശ്യമാണ്. നമുക്കറിയാം, തങ്ങൾ ജമാഅത്തായ നമസ്കാരത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത മാതൃകയായ നബിയാണ്. മരണത്തിൻ്റെ രോഗം മൂർജിച്ച സമയത്ത് പോലും 2 സഹാബാക്കളുടെ സഹായത്തോടെ കാല് ഇഴയുന്ന അവസ്ഥയിൽ പള്ളിയിൽ നമസ്കരിച്ച നബിയാണ്. ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, അവസാന സമയത്ത് രോഗം മൂർജിച്ച് തങ്ങൾക്ക് പള്ളിയിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നല്ല രോഗത്തിൻ്റെ കാഠിന്യ അവസ്ഥയാണ്. ആയിഷ റളിയല്ലാഹു തആലയോട് അല്പം വെള്ളം, തണുത്ത വെള്ളം ശരീരത്തിൽ ഒഴിക്കാൻ പറഞ്ഞു. ആഫിയത്ത എന്ന് തോന്നി തങ്ങൾ എണീറ്റപ്പോൾ വീണ്ടും ബോധം കെട്ട് വീണു. 3-4 പ്രാവശ്യം തങ്ങൾ അതുപോലെ പരിശ്രമിച്ചു നോക്കിയൊന്ന് പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കാൻ. അത്രയും ജമാഅത്ത് നമസ്കാരത്തിന് പ്രാധാന്യം കൊടുത്ത നബി ജീവിതത്തിൽ ഒരു പ്രാവശ്യം ആ ജമാഅത്ത് നമസ്കാരത്തിൽ ഒന്നുകിൽ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ മസ്ബൂക്കായി. കാരണം മറ്റൊന്നുമല്ല, ഖുബ എന്ന സ്ഥലത്ത് ഒരു ഗോത്രത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ പരസ്പരം ഭിന്നിച്ചു എന്നറിഞ്ഞപ്പോൾ അവർക്കിടയിൽ പരസ്പരം സന്ധി ഉണ്ടാക്കാൻ, ഒരുമയുണ്ടാക്കാൻ ഞങ്ങൾ പുറപ്പെട്ടു. അതിനിടയിൽ തങ്ങൾ ജമാഅത്ത് നമസ്കാരത്തെ തങ്ങൾ മാറ്റിവെച്ചു. തങ്ങൾ അത്ര പ്രാധാന്യം കൊടുത്തൊരു വിഷയമാണ് ഉമ്മത്തിൻ്റെ ഐക്യം, ഉമ്മത്തിൻ്റെ ഒരുമ എന്നത്. ഒരു യാത്രയിൽ സഹാബാക്കൾ വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഓരോരുത്തരും ഓരോ മരച്ചുവട്ടിൽ പോയി കിടന്നു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടപ്പോൾ സഹാബാക്കളെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പല ഭാഗങ്ങളിലായി ഛിന്ന ഭിന്നമായി വിശ്രമിക്കല്ലേ, ശൈത്താൻ നിങ്ങൾക്കിടയിൽ കയറിക്കൊടുകയും നിങ്ങളെ ഹൃദയങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്നതിന് ഭയപ്പെടുന്നു എന്ന് പറയും. സഹാബാക്കൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് തങ്ങൾ കിടത്തുകയുണ്ടായി. ഒരു യാത്രയിൽ ഒരു ചെറുപ്പക്കാരൻ സഹാബാക്കളുടെ യാത്രയുടെ വിവിധങ്ങളായ സംഘത്തിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് യാത്ര ചെയ്തപ്പോൾ അദ്ദേഹത്തെ വിളിച്ചുണർത്തി സംഘത്തിൽ ഒരുമയോടെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുകയുണ്ടായി. ചെറിയ കാര്യങ്ങൾ പോലും ഭിന്നിച്ചു പോകാതെ ഒരുമയോടെ പോകാൻ വേണ്ടി തങ്ങൾ വലിയ ശ്രദ്ധ കൊടുത്തു. ഒരു ദിവസം തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിൻ്റെ വാതിൽക്കൽ കുറച്ച് സഹാബാക്കൾ പരസ്പരം ദീനിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നിടയിൽ അത് അല്പം തർക്കത്തിലേക്ക് കടന്നുപോയി. ദീനിൻ്റെ കാര്യങ്ങളിൽ തന്നെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദം സഹാബാക്കളെ കേട്ടപ്പോൾ പുറത്തേക്ക് വന്നു. ദീനിയായ കാര്യത്തിലാണ്. പക്ഷേ സഹാബാക്കൾ പറയുന്നു, നബി തങ്ങളുടെ മുഖത്ത് ഉറുമാൻ പഴം പോലെ മുഖം ചുവന്ന്, ദേഷ്യത്താൽ ചുവന്ന് തുടിച്ച അവസ്ഥയിൽ ഞങ്ങളിലേക്ക് തങ്ങൾ വന്നിട്ട് തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളോട് ആരാണ് കൽപ്പിച്ചത്? മുൻകഴിഞ്ഞ സമുദായങ്ങൾ പരസ്പരം ഭിന്നിച്ച് നശിച്ചതുപോലെ നിങ്ങൾ നശിക്കുകയാണോ? ദീനിന്റെ കാര്യത്തിൽ പോലും പരസ്പരം സഹാബാക്കൾ തർക്കിച്ചപ്പോൾ നബി തങ്ങൾ ഭയപ്പെടുത്തി.
നിങ്ങൾ ഭിന്നിച്ചു പോകില്ലേ? അത് മുൻകഴിഞ്ഞ സമുദായത്തിൻ്റെ നാശത്തിന് കാരണമായതുപോലെ നിങ്ങൾ നശിക്കാൻ കാരണമാകും. എത്രയോ ചരിത്രങ്ങൾ കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ ഐക്യത്തിൻ്റെ വിഷയത്തിൽ, ഒരുമയുടെ വിഷയത്തിൽ കണ്ണിൽ എണ്ണയൊഴിച്ച് തങ്ങൾ നോക്കിക്കൊണ്ടു നടന്നു. എൻ്റെ സഹാബാക്കൾ, എൻ്റെ ഉമ്മത്ത് ഭിന്നിച്ചു പോകരുത്, അതെൻ്റെ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ പരാജയത്തിന് നാശത്തിന് കാരണമാകും. ബഹുമാന്യ സഹാബാക്കളുടെ ജീവിതം നോക്കിയാൽ അവരുടെ ജീവിതങ്ങൾ അവരും വളരെ ഗൗരവത്തിൽ ശ്രദ്ധ കൊടുത്തൊരു വിഷയമായിരുന്നു. പരസ്പരം ഭിന്നത ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വലിയ ത്യാഗങ്ങളും അർപ്പണങ്ങളും സഹാബാക്കൾ ചെയ്തു. സഹാബാക്കൾ പ്രസിദ്ധനായ സഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് അലൈക്കും ബിത്താഅത്തി വൽ ജമാഅ. അല്ലയോ മുസ്ലിമീങ്ങളെ, അല്ലയോ സമൂഹമേ, നിങ്ങൾ ഐക്യത്തെ മുറുകെ പിടിക്കണം. ഇന്നമാ തക്റഹൂന ഫിൽ ജമാഅ ഖൈറും മിമ്മാ തുഹിബ്ബൂന ഫിൽ ഫുർഖ. അദ്ദേഹം പറഞ്ഞ വളരെ ഉന്നതമായ വാക്കാണ്. ഐക്യത്തിന്റെ പേരിൽ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഉണ്ടാകുന്നത് എങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ താല്പര്യപ്പെടുന്ന ഒരു കാര്യം, നിങ്ങൾ വെറുക്കുന്നൊരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, നിങ്ങൾ വെറുക്കുന്നൊരു കാര്യം, പക്ഷെ അതിലൂടെ ഐക്യമുണ്ടാകുമെങ്കിൽ അതാണ് ഖൈറായത്. ഫിർഖത്തിലൂടെ, ഭിന്നതയിലൂടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഉണ്ടാകുന്നതിനേക്കാൾ. രണ്ട് കാര്യം അവിടെ മുന്നിൽ വന്നു. ഒരു കാര്യം അത് നമ്മൾ താല്പര്യപ്പെടുന്ന കാര്യമാണ്, മറ്റൊരു കാര്യം നമ്മൾക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. പക്ഷെ താല്പര്യമില്ലാത്ത കാര്യത്തിലൂടെ ഐക്യമുണ്ടാകുമെങ്കിൽ അതാണ് തിരഞ്ഞെടുക്കേണ്ടത്, അതാണ് ഖൈറായത്. സഹാബാക്കളുടെ ജീവിതങ്ങൾ ധാരാളമായി കാണാം. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം തന്നെ ഹജ്ജിന് വേണ്ടി പോയ സമയത്ത് മിനയിൽ വെച്ച് നമസ്കാര സമയമായി. ഭരണാധികാരി അന്നത്തെ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ അബൂബക്കർ, ഉമർ റളിയല്ലാഹു തആല അൻഹു, അവരെല്ലാം 2 റക്അത്താക്കി അവിടെ നമസ്കരിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അവിടെ 4 നമസ്കരിക്കുന്നു. ളുഹറിനെയും അസ്റിനെയും 4 നമസ്കരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതെന്താണ് ഖലീഫ ചെയ്യുന്നത്? എന്നാൽ നമസ്കാര സമയമായി ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൈകെട്ടാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം കൂട്ടത്തിൽ പോയി 4 റക്അത്ത് നമസ്കരിച്ചു. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതല്ല. കഴിഞ്ഞപ്പോൾ കൂട്ടുകാർ ചോദിച്ചു, നിങ്ങളല്ലേ ഇപ്പോൾ ഇതിനെ എതിർത്തത്, പിന്നെന്താ നിങ്ങൾ 4 നമസ്കരിച്ചത്? അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, പക്ഷേ അൽ ഖിലാഫു ശർറുൻ, ഇതെൻ്റെ അഭിപ്രായമല്ല, പക്ഷേ ഞാൻ ഭിന്നതയെ ഇതിനേക്കാൾ വലിയ ഷർറായി മനസ്സിലാക്കും. ഓരോ സഹാബാക്കളും അനൈക്യത്തെ, ഉമ്മത്തിന്റെ അനൈക്യത്തെ, ഭിന്നതയെ ഏറ്റവും വലിയ ഷർറായി മനസ്സിലാക്കി. അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു സംഭവം അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ചില ശത്രുക്കൾ വീട്ടു തടങ്കലിൽ അടയ്ക്കപ്പെട്ട സമയം, അദ്ദേഹത്തെ കൊല ചെയ്യാൻ വേണ്ടി, ഷഹീദാക്കപ്പെടാൻ വേണ്ടി അദ്ദേഹത്തെ വീട്ടിൽ അടയ്ക്കപ്പെട്ട സമയം, അദ്ദേഹത്തിന്റെ അനുയായികൾ വന്ന് ചോദിച്ചു, മഹാനവറുകളെ, താങ്കൾക്ക് എതിരിൽ നിൽക്കുന്ന സൈന്യത്തിന്റെ നേതാവാണ് ഇപ്പോൾ ഇമാമായി നിൽക്കുന്നത്, ഞങ്ങൾ അദ്ദേഹത്തിന്റെ പുറകിൽ നമസ്കരിക്കണം. താങ്കളെ കൊല്ലാൻ വേണ്ടി തയ്യാറായ സൈന്യം, ആ സംഘത്തിന്റെ നേതാവാണ് ഇമാമായി നിൽക്കുന്നത്, നമസ്കരിക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണം? മാറി നമസ്കരിക്കണോ, അദ്ദേഹത്തിന്റെ പുറകിൽ നമസ്കരിക്കണോ? ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തിന്റെ പുറകിൽ തന്നെ നമസ്കരിച്ചുകൊള്ളു, കാരണം ഭിന്നതയെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. സഹാബാക്കൾ എത്രയോ ചരിത്രങ്ങൾ കാണാം. ഉമ്മത്ത് ഒരുമയോടെ പോവുക ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാണ്. അതിനുവേണ്ടി എന്ത് മാറ്റിവെക്കേണ്ടി വന്നാലും ശരി. അതിലേറ്റവും വലിയ മാതൃകയാണ് ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതൃക. നബി തങ്ങളുടെ പേരക്കുട്ടിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോനായ ഹസൻ റളിയല്ലാഹു തആല അൻഹു, അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിന് ശേഷം മക്ക, മദീന, ഹിജാസിന്റെ പ്രദേശത്തുള്ള മുസ്ലിമീങ്ങൾ, അതുപോലെ ഇറാഖ്, യമൻ, ഈ ഭാഗത്തുള്ള മുസ്ലിമീങ്ങളെല്ലാം
ഭരണാധികാരി അവർ ബൈഅത്ത് ചെയ്തത് ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. എന്നാൽ ഫലസ്തീനിന്റെ സിറിയ പോലെയുള്ള പ്രദേശത്തുള്ള മുസ്ലിമീങ്ങൾ, വലിയൊരു പ്രദേശം, അവിടെയുള്ളവർ ബൈഅത്ത് ചെയ്ത് ഭരണാധികാരി നിശ്ചയിച്ചത് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. അള്ളാഹുവിന്റെ തീരുമാനം, അവർ രണ്ടുപേർക്കിടയിൽ പരസ്പരം പ്രശ്നങ്ങളായി, യുദ്ധത്തിന്റെ അവസ്ഥയിലേക്ക് അടുത്തു. ഹസൻ റളിയല്ലാഹു തആല ഈ സമയത്ത് നേരെ മറുഭാഗത്തേക്കുന്ന മുആവിയ റളിയല്ലാഹു അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, മക്കയും മദീനയും ഹിജാസും യമനും ഈ പ്രദേശവുമെല്ലാം എൻ്റെ അധികാരത്തിലാണ്. പക്ഷേ ഉമ്മത്തിന്റെ അനൈക്യത്തെ, ഭിന്നതയെ ഭയന്നുകൊണ്ട് അത് മുഴുവൻ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സത്യത്തിൽ അദ്ദേഹത്തിന് പുറകെ വലിയൊരു സൈന്യമുണ്ട്, വലിയൊരു സംഘമുണ്ട്. വേണമെങ്കിൽ അദ്ദേഹം ഉറച്ചിരുന്നാൽ ഇതെല്ലാം അദ്ദേഹത്തിന് കീഴിൽ വരികയും ചെയ്യും. മാത്രമല്ല നബിതങ്ങളുടെ പേരക്കുട്ടിയുമാണ്. പക്ഷെ അദ്ദേഹം അവിടെ ഭയന്നു. തൻ്റെ പുറകിലുള്ളവരെ കുറിച്ച്, അവരുടെ വലിപ്പത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. ഉമ്മത്തിന്റെ ഭിന്നത അദ്ദേഹം ഭയന്നുകൊണ്ട് ആ പ്രദേശം മുഴുവൻ മുആവിയ റളിയല്ലാഹു അൻഹു ഏൽപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പലരും അദ്ദേഹത്തെ കളിയാക്കി. യാ മുസില്ലൽ മുഅ്മിനീൻ, ആലിൽ മുഅ്മിനീൻ, അദ്ദേഹത്തെ കളിയാക്കി. മുസ്ലിമീങ്ങളെ നിന്ദിച്ചവരെ എന്ന് പറഞ്ഞ് നബിതങ്ങളുടെ പേരക്കുട്ടിയെ ആക്ഷേപിക്കുക, കളിയാക്കി, പല മോശമായ കുത്തുവാക്കൾ പറയുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം അതൊന്നും ചെവിക്കൊണ്ടില്ല. അദ്ദേഹം മനസ്സിലാക്കി, ഇവിടെ എൻ്റെ സ്ഥാനമോ എൻ്റെ വലിപ്പമോ കാണിക്കേണ്ട സ്ഥലമല്ല, എൻ്റെ അവകാശം പിടിച്ചു വെക്കേണ്ട സമയമല്ല. ഞാൻ അവകാശിയാണ്, നബിതങ്ങളുടെ പേരക്കുട്ടിയാണ്, എന്തുകൊണ്ടും അവകാശിയാണ്. പക്ഷെ ഇവിടെ എൻ്റെ അവകാശം പറഞ്ഞ് ഉമ്മത്തിനെ ഭിന്നിപ്പിക്കേണ്ട സമയമല്ല, മറിച്ച് ഉമ്മത്തിനെ ഒരുമിപ്പിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് അദ്ദേഹം സ്വയമായി തന്നെ അതിനെ മുആവിയ റളിയല്ലാഹു അൻഹു ഏൽപ്പിക്കുകയുണ്ടായി. സഹാബാക്കളെ എത്രയെത്ര ചരിത്രങ്ങൾ കാണാം. ഉമ്മത്തിനെ ഒന്ന് ഒരുമിപ്പിക്കാൻ വേണ്ടി പലതിനും അവർ അർപ്പിക്കേണ്ടി വന്നു, സ്ഥാനങ്ങൾ ഒഴിവേണ്ടി വന്നു, പലതിനെയും ഒഴിവാക്കേണ്ടി വന്നു. കാരണം അവർ മുന്നിൽ ഏറ്റവും വലുത് മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യമായി. കാരണം അത് നഷ്ടപ്പെട്ടു പോയാൽ എന്തെല്ലാം ഉണ്ടെങ്കിലും മുസ്ലിമുകൾക്ക് ഒരു ശക്തിയുമില്ല എന്നവർ മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ്. ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഉമ്മത്തിന്റെ ഐക്യമാണ്. അതെങ്ങാനും തകർന്നു പോയാൽ പിന്നെ ഉമ്മത്തിന്റെ മുഴുവൻ ശക്തി നഷ്ടപ്പെട്ടു. ഫലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബ റീഹുകും. അല്ലാഹു തആല പറഞ്ഞതുപോലെ, നിങ്ങൾക്കിടയിൽ ഭിന്നത സംഭവിച്ചു പോയാൽ അതേത് കാര്യത്തിന്റെ പേരിലുമാകട്ടെ, നിങ്ങളുടെ കാറ്റില്ലാത്തൊരു സമൂഹമായി, ഒരു ശക്തിയുമില്ലാത്ത സമൂഹമായി മാറും. അതുകൊണ്ട് പരിശുദ്ധമായ ശരീഅത്ത് ഭിന്നിച്ചവർക്കിടയിൽ യോജിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനത്തെ ഏറ്റവും വലിയ ഇബാദത്തായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഭിന്നിച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തെ, രണ്ട് കുടുംബങ്ങളെ, രണ്ട് വ്യക്തികളെ, രണ്ട് പാർട്ടികളെ, രണ്ട് സംഘടനകളെ, ഏതെല്ലാം വിഭാഗങ്ങൾ ഭിന്നിച്ചു നിൽക്കുന്നു, അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കാൻ, രഞ്ജിപ്പുണ്ടാക്കാൻ പരിശ്രമിക്കുന്ന ആ പ്രവർത്തനത്തെ ഏറ്റവും വലിയ ഇബാദത്തായിട്ടാണ് ദീൻ പഠിപ്പിക്കുന്നത്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വല്ലാഹി മാ മിൻ അമലിൻ അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഇസ്ലാഹു ദാത്തുൽ ബൈൻ, രണ്ടു പേർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്ന പ്രവർത്തനമാണ്, പരസ്പരം യോജിപ്പുണ്ടാക്കുന്ന അമലുകളാണ്, രണ്ടുപേരെ യോജിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും വരുന്നുണ്ട്, അലാ ഉഖ്ബിറുക്കും ബിഅഫ്ളലി മിൻ ദറജത്തി സ്വലാത്തി വസ്സിയാമി വസ്സദഖ, സദഖയേക്കാൾ, നോമ്പിനേക്കാൾ, നമസ്കാരത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു അമൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. സല്ലല്ലാഹു തങ്ങൾ ചോദിക്കുകയാണ്, നോമ്പിനേക്കാൾ, സദഖയേക്കാൾ, നമസ്കാരത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു അമൽ? ബലാ യാ റസൂലല്ലാഹ്, പറയും നബിയെ. തങ്ങൾ പറഞ്ഞു, ഇസ്ലാഹു ദാത്തുൽ ബൈൻ, രണ്ടുപേർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കൽ, യോജിപ്പുണ്ടാക്കൽ, ഭിന്നിച്ചു നിൽക്കുന്ന സമൂഹത്തെ അടുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം, അത് സദഖയേക്കാൾ, സുന്നത്തായ സദഖയേക്കാൾ, നോമ്പിനേക്കാൾ, നമസ്കാരത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു അമലാണ്. ചില ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, ഇന്നല്ലാഹ അഹബ്ബൽ കിദ്ബ, ഇന്നല്ലാഹ അഹബ്ബൽ കിദ്ബ ഫിൽ ഇസ്ലാഹ് വഅബ്ഗള സിദ്ഖ ഫിൽ ഫസാദ്. രഞ്ജിപ്പുണ്ടാക്കാൻ, യോജിപ്പുണ്ടാക്കാൻ വേണ്ടി പറയുന്ന കളവ്, ഇത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. കളവ് അള്ളാഹു ഇഷ്ടമാണ്. എപ്പോൾ? രണ്ടുപേരെ യോജിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ. സത്യമാണ് പറയുന്നത്, പക്ഷെ അള്ളാഹുവിന് വെറുപ്പാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരാൾ പറയുന്ന വാക്ക് സത്യമാണ്, പക്ഷെ ആ സത്യം പറയുന്നതിൽ കൂടി രണ്ടുപേർ അകന്നു പോകുമെങ്കിൽ, രണ്ടുപേർക്കിടയിൽ ഭിന്നതയാണ് ഉണ്ടാകുമെങ്കിൽ ആ സത്യം അള്ളാഹുവിന് വെറുപ്പാണ്. നേരെ മറിച്ച് കളവാണ് പറയുന്നത്, പക്ഷെ ആ കളവിലൂടെ രണ്ടുപേർ അടുക്കുമെങ്കിൽ, യോജിക്കുമെങ്കിൽ അത് അള്ളാഹുവിന് ഇഷ്ടമാണ്. ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, 3 സന്ദർഭത്തിൽ കളവ് അനുവദനീയമാണ്. അതിലൊന്ന്,
യോജിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി, പരസ്പരം ഐക്യമുണ്ടാക്കാൻ വേണ്ടി പറയുന്ന കളവ് അത് അനുവദനീയമാണ്. എത്ര മോശമായ തിന്മയായിട്ടാണ് ദീൻ കളവിനെ പരിചയപ്പെടുത്തിയത്. മുനാഫിക്കിന്റെ സ്വഭാവമാണ് നബി തങ്ങൾ പറഞ്ഞത്. മുനാഫിക്കെ കളവ് പറയുകയുള്ളൂ, മുനാഫിക്കിന്റെ സ്വഭാവമാണ്. ഒരു സഹാബി ചോദിച്ചു, നബിയെ, മുഅ്മിൻ പിശുക്കനാകുമോ? നബി തങ്ങൾ പറഞ്ഞു, മുഅ്മിൻ പിശുക്കനായേക്കാം. മുഅ്മിൻ ഭീരുവാകുമോ? നബി തങ്ങൾ പറഞ്ഞു, മുഅ്മിൻ ഭീരുവുമായേക്കാം. എന്നാൽ നബി, അയകൂനുൽ മുഅ്മിനു കസ്സാബ, മുഅ്മിൻ കളവ് പറയുന്നവനാകുമോ? നബി തങ്ങൾ പറഞ്ഞു, ഇല്ല, മുഅ്മിൻ ഒരിക്കലും കളവ് പറയുകയില്ല. ഇത്രയും നികൃഷ്ടമായ ഒരു തിന്മയായി നബി തങ്ങൾ പറഞ്ഞ തിന്മ പോലും അനുവദിക്കപ്പെടുന്ന സമയമാണ്. ഭിന്നിച്ചവരെ യോജിപ്പിക്കാൻ വേണ്ടി, പരസ്പരം ഐക്യമുണ്ടാക്കാൻ വേണ്ടി അതും അനുവദിക്കപ്പെട്ടു. കാരണം അത്രയും പ്രാധാന്യമുണ്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ ഐക്യമെന്നുള്ളത്. അത്രയും പ്രാധാന്യമുണ്ട്. ഐക്യത്തിൽ കൂടി ഉമ്മത്തിന് നിലനിൽക്കുള്ളൂ. ഷെയ്ത്താനിന്റെ ആളുകൾ, ബാത്തിലിന്റെ ആളുകൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഉമ്മത്ത് ഭിന്നിച്ചു നിൽക്കണം, ഒരിക്കലും ഒരുമിച്ച് നിൽക്കരുത്. ഒന്നിലും ഉമ്മത്ത് ഒരുമിക്കരുത്. പരമാവധി എവിടെയെല്ലാം സന്ദർഭം കിട്ടുന്നോ ഉമ്മത്തിനെ ഭിന്നിപ്പിക്കാനുള്ള വഴികൾ ബാത്തിലിന്റെ ശക്തികൾ തേടിക്കൊണ്ടിരിക്കുക. അവിടെ ഹദീസിൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ എഴുതുന്നുണ്ട്, പിശാച് അവന്റെ സൈന്യത്തെ എല്ലാ ദിവസവും അയക്കുകയും അവർ ചെയ്ത ജോലികളെക്കുറിച്ച്, തിന്മകളെക്കുറിച്ച് കേൾക്കുകയും ചെയ്യും. ഓരോ പിശാചിന്റെ സൈന്യത്തിൽപ്പെട്ട ഓരോരുത്തരും ഒന്ന് പറയും, ഫഅൽതു കദ വകദ, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു. അതെല്ലാം കേൾക്കുമ്പോൾ പിശാച് പറയും, മാ സനഅത ശൈഅ, നീ ഒന്നും ചെയ്തിട്ടില്ല. ആ കൂട്ടത്തിൽ ഒരു പിശാചിന്റെ സൈന്യത്തിൽപ്പെട്ട ഒരാൾ പറയും, ഞാൻ ഇന്ന് ദിവസം രണ്ടുപേർക്കിടയിൽ പരസ്പരം ഭിന്നതയുണ്ടാക്കി, അകറ്റിക്കളഞ്ഞു. പരസ്പരം സ്നേഹത്തിലും യോജിപ്പിലുമായി രണ്ടുപേരെ ഞാൻ ചില കാര്യങ്ങൾ, ചില വാക്കിലൂടെ, പലതിലൂടെ ഞാൻ ഭിന്നിപ്പിച്ചു, രണ്ടുപേരെ അകറ്റിക്കളഞ്ഞു. നിഅ്മ അൻത, പിശാച് പറയും, നിഅ്മ അൻത, നീയാണ് ഏറ്റവും ഉന്നതമായത്. ദിവസേന പിശാചിന്റെ ആളുകളുടെ പരിശ്രമം മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ പരസ്പരം ഭിന്നിപ്പിക്കാൻ വേണ്ടി ശക്തമായി നടക്കുന്നു. ബാത്തിലിന്റെ ആളുകൾ, സഹോദരന്മാരെ, നാം നമ്മുടെ കണ്ണിൽ എണ്ണയൊഴിച്ച് നമ്മുടെ ഉമ്മത്തിനെ ഒരുമയോടെ കൊണ്ടു നടന്നില്ല എങ്കിൽ, പരസ്പരം ഒരുമിച്ച് കൊണ്ടു നടന്നില്ല എങ്കിൽ നമ്മുടെ മുഴുവൻ ശക്തി നശിച്ചു പോകും. ജീവിതത്തിൽ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നൽകുന്ന പല നിഅമത്തും തടയപ്പെട്ടു പോകും. ഇബാദത്തുണ്ടാകും, പള്ളി നിറച്ച ആളുണ്ടാകും, ഹജ്ജിന്റെയും ഉംറയുടെയും ഇബാദത്തിന്റെയും എണ്ണം വർദ്ധിക്കുന്നുണ്ടാകും. പക്ഷേ അള്ളാഹുവിന് ഇറങ്ങേണ്ട പലതും നമുക്ക് ലഭിക്കാതെയാകും. ഉമ്മു ഔസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എപ്പോഴും ഹദിയകൾ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പലപ്പോഴും നെയ്ക്കട്ടയും അല്ലെങ്കിൽ പാത്രത്തിൽ നെയ്യ് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. ഒരു പ്രാവശ്യം തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു പാത്രത്തിൽ നെയ്യ് നിറച്ച് തങ്ങൾക്ക് ഹദിയയായി കൊണ്ടുപോയി കൊടുത്തു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എടുത്തു, സഹാബാക്കൾ അത് എടുത്തു, ആ പാത്രം കാലിയാക്കി ആ സ്ത്രീയുടെ വീട്ടിലേക്ക് മടക്കി കൊടുത്തയച്ചു. അവർ ഉമ്മൗസ് എന്ന് പറയുന്ന അവർ വീട്ടിൽ വന്നപ്പോൾ തങ്ങൾ കൊടുത്തയച്ച, ജോലിക്കാരെ കൊടുത്തയച്ച പാത്രം വീട്ടിൽ നിറഞ്ഞിരിക്കുന്നു. അവർക്ക് വിഷമമായി, തങ്ങൾ കൊടുത്തിട്ട് തിരിച്ചു മടക്കി അയച്ചതായിരിക്കും. ഓടി വന്നു, നബിയെ, എന്നോട് വെറുപ്പായോ? എന്ത് സംഭവിച്ചു? താങ്കൾക്ക് വേണ്ടി കൊടുത്തയച്ചതാണ്, താങ്കൾ എടുത്തില്ലല്ലോ. തങ്ങൾ സല്ലല്ലാഹു പറഞ്ഞില്ല, ഞാൻ എടുത്തതാണല്ലോ. അന്വേഷിച്ചപ്പോൾ എല്ലാ സഹാബാക്കൾ പറഞ്ഞു, ഞങ്ങൾ എടുത്ത് ഉപയോഗിച്ചു, പാത്രം കാലിയായി കൊടുത്തയച്ചതാണ്. അപ്പൊ താങ്കൾ പറഞ്ഞു, അത് വിഷമിക്കേണ്ട, അള്ളാഹു നിനക്ക് നൽകിയ ബറക്കത്താണ്. നീ നബിയോടും മുസ്ലിമീങ്ങളോട് കാണിച്ച സ്നേഹത്തിന് പകരമായി ഞങ്ങൾ വടിച്ചെടുത്തതാണ്. പക്ഷേ അള്ളാഹു ആ പാത്രത്തിൽ വീണ്ടും ബറക്കത്ത് ചെയ്തു, അതിന് അള്ളാഹു നിറച്ചതാണ്. ഉമ്മു ഔസ് റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ആ ബറക്കത്ത് എൻ്റെ ജീവിതത്തിൽ കുറേ കാലഘട്ടം അനുഭവിച്ചു. വിധങ്ങളുടെ ജീവിതം മുഴുവൻ ഞാൻ അതിൽ നിന്ന് നെയ്യെടുക്കുമായിരുന്നു, വീണ്ടും അത് വർദ്ധിക്കും. അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുമ, സഹാബാക്കൾ, മുഴുവൻ സഹാബാക്കളുടെ കാലഘട്ടത്തിൽ ഞാൻ അതെടുത്ത് ഉപയോഗിച്ചു. അലി റളിയല്ലാഹു തആലയുടെ കാലഘട്ടം എത്തി, മുആവിയ റളിയല്ലാഹു തആല അവർക്കിടയിൽ ചെറിയൊരു ഭിന്നതയുണ്ടായപ്പോൾ ആ സ്ത്രീ പറയാൻ, പിന്നെ ആ പാത്രം കാലിയായി. ആ അള്ളാഹു നൽകിക്കൊണ്ടിരുന്ന ബർക്കത്ത്, എത്ര എടുത്താലും തീരുകാത്തതിൽ അള്ളാഹു നൽകിയ ബർക്കത്ത് അതില്ലാതായി തീരുകയും ചെയ്തു. സുഹൃത്തുക്കളെ, ഭിന്നത ഉമ്മത്തിൽ മുസ്ലിമുകൾക്കിടയിൽ സംഭവിച്ചു പോയാൽ പിന്നെ ജീവിതത്തിൽ വലിയ ബർക്കത്തിന്റെ വാതിൽ ആകാശം അള്ളാഹു അടയ്ക്കും. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും ബർക്കത്തില്ലായ്മ കാണാൻ കാരണമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായം തടയപ്പെടാൻ കാരണമാണ് അനൈക്യം, ഭിന്നത എന്നുള്ളത്. അത് ഏത് കാര്യത്തിലും വരും. ഇപ്പോൾ കുടുംബ വിഷയങ്ങളിലായിരിക്കാം, സാമ്പത്തിക പ്രശ്നങ്ങളിലായിരിക്കാം,
ചിലപ്പോൾ രാഷ്ട്രീയ വിഷയങ്ങളിലായിരിക്കാം. നാം അത് മനസ്സിലാക്കേണ്ടത് നാം ഒരൊറ്റ ഉമ്മത്താണ്. നാം കൈകിട്ടിയാൽ പറയുന്നത് ഇഹ്ദിന, ഇഹ്ദിനി എന്നല്ല, ഇഹ്ദിന, ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹുവിന്റെ ഹിദായത്ത് താ. ഈ നിൽക്കുന്ന സഫിൽ വ്യത്യസ്ത കുടുംബക്കാരുണ്ടാകാം, വ്യത്യസ്ത ആശയക്കാരുണ്ടാകാം, വ്യത്യസ്ത പാർട്ടിക്കാരുണ്ടാകാം, വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ടാകാം. പക്ഷെ പറയുകയാണ് അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഹിദായത്ത് താ. എനിക്ക് ഹിദായത്ത് എന്നല്ല. ഒരു മുസ്ലിം നമസ്കാരം കഴിയുമ്പോൾ 2 സലാം കിട്ടുമ്പോൾ ഉലമാക്കൾ എഴുതിയിട്ടുണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയുമ്പോൾ അവൻ്റെ പുറകിലുള്ള മുഴുവൻ മുസ്ലിമിനെയും മുഅ്മിനീങ്ങളെ കരുതണം. അതിന്റെ പുറകിൽ വ്യത്യസ്തമായ പാർട്ടിക്കാരുണ്ടാകാം, പക്ഷെ സ്വന്തം സഹോദരനായി മനസ്സിലാക്കി മുഴുവൻ മുഅ്മിനെ കരുതണം. അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോൾ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, എനിക്ക് നീ നിന്റെ രക്ഷയും സമാധാനവും അല്ല, ഞങ്ങൾക്ക് ഈ മുഴുവൻ അടിമകൾക്കും നിന്റെ റഹ്മത്ത് ചൊരിയണേ. ഇങ്ങനെ ഒരുമയോടെ എല്ലാവരെയും തൻ്റെ ആളായി കണ്ടുകൊണ്ട്, എൻ്റെ ആളായി കണ്ടുകൊണ്ട്, എൻ്റെ സഹോദരനെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവനാ മുസ്ലിം. നീ ആ പാർട്ടിയില്ല, നീ പാർട്ടിയില്ല, നിന്റെ രാഷ്ട്രീയം അതല്ലേ എന്ന ചിന്തയിൽ ഹൃദയത്തിൽ വെറുപ്പും വൈരാഗ്യവും ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ ഉണ്ടാവുകയില്ല. ഇലക്ഷൻ വരികയും പോവുകയും ചെയ്യും. പക്ഷെ മുസ്ലിം ഓരോ മുസ്ലിം തന്റെ സഹോദരനാണ്. ഏതെങ്കിലും കാര്യത്തിന് പേര് ഭിന്നിച്ചു പോയാൽ അള്ളാഹുവിന്റെ സഹായം തടയപ്പെട്ടു പോകും. ഇത് മനസ്സിലായിക്കൊണ്ടായിരിക്കണം നാം ഓരോ കാര്യമായി ബന്ധപ്പെടേണ്ടത്. അള്ളാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അമൽ ചെയ്യാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.